പത്തനംതിട്ട ഓമല്ലൂർ പുത്തൻപീടികയിൽ പേവിഷബാധയുടെ ലക്ഷണങ്ങളോടെ തെരുവുനായയെ വീട്ടുവളപ്പിൽ കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയില്ല എന്നാണ് ആരോപണം. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, വീട്ടുകാർ പേടിയിലാണോ? തീർച്ചയായും പേടി ഉണ്ടാവാതിരിക്കുമോ ആഷ്മി? ഇതാ നമ്മളെ ദൃശ്യങ്ങളാണ് ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ കാണിക്കുന്നത്. ആ നായ അവിടെ കിടക്കുകയാണ്, തൊട്ടടുത്ത് തന്നെയാണ്, ഒരു പുരയിടത്തിൽ തന്നെയാണ് കിടക്കുന്നത്. പുത്തൻപീടികയിലെ വിജയകുമാർ എന്ന വ്യക്തിയുടെ വീട്ടുവളപ്പിലാണ് രാവിലെ 8 മണി മുതൽ ഈ നായ ഉണ്ടായിരുന്നത്. അവർ പറയുന്നത് രാവിലെ 8 മണിക്ക് വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ കിടന്ന് പെടയുന്ന ശബ്ദമാണ് കേട്ടതെന്നാണ്. പിന്നീട് ഈ നായ പലപ്പോഴായി എഴുന്നേറ്റിരിക്കും, അതിനുശേഷം വായിൽ നുരയും പതയും ഒക്കെ വരുന്നുണ്ട്, പിന്നീട് വീണ്ടും ഇതുപോലെ കിടക്കും. ഉണ്ടോ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ, ആ നായ കിടന്ന് പെടയുന്ന ദൃശ്യങ്ങളാണ് ക്യാമറാമാൻ പറഞ്ഞത്. നമുക്ക് വിജയകുമാർ ചേട്ടനോടൊന്ന് ചോദിക്കാം. ഈ രണ്ടുപേർ മാത്രം, വിജയകുമാർ ചേട്ടനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. അവരോട് നമുക്ക് പ്രതികരണം അവരുടെ കൂടി തേടേണ്ടതുണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? ഞാൻ രാവിലെ 8 മണി കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറകിലൊരു വാഷ് ബേസിനുണ്ട് വരാന്തയിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തോ പെടയുന്ന ശബ്ദം പോലെ കിണറിൻ്റെ ഭാഗത്ത് കേട്ടു. ആ സമയത്ത് പിന്നെ ഞാൻ തുറന്നില്ല, ഗ്രില്ല് തുറന്നില്ല. അവിടുന്ന് നേരെ വന്ന് ഇവിടെ നോക്കുന്ന ശബ്ദം കേൾപ്പിച്ചു റൂമിൽ നിന്ന് വന്ന്. അപ്പോൾ അവിടുന്ന് ഓടി വന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്തൂടെ പോർച്ചിൻ്റെ മുന്നേ കൂടെ വന്നിട്ട് ഇവിടെ ചരൽ വിരിച്ചിട്ടുണ്ട്. നുരയും വരുന്നുണ്ട്. അവിടെ കിടന്ന് പെടഞ്ഞ് വീണ്ടും പെടന്ന് കണ്ടുമ്പോൾ വായിൽ നുരയും പതയും വരുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുമ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടുന്ന് അത് വീണ്ടും നേരെ ഇവിടെ ഈ മുറി വെച്ച് ശബ്ദം കേൾപ്പിച്ചപ്പോൾ ഇത് വീണ്ടും ഓടി കിഴക്ക് വശത്ത് വന്നു. കിഴക്ക് വശത്ത് നിന്ന് വീണ്ടും ഓടിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നതാണോ? ഞാൻ അവിടെ നിൽക്കുക, നമുക്ക് തുറക്കാനൊക്കത്തില്ല. ഒടുവിൽ പിന്നെ ഇതിൻ്റെ ശബ്ദം ഒന്ന് ചെറുതായിട്ട് നിലച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന ലക്ഷണം കണ്ടപ്പോൾ പോയി ഗേറ്റ് തുറക്കുന്നത്. പഞ്ചായത്ത് മെമ്പറൊക്കെ വിവരം അറിയിച്ചില്ല? ജോൺസൺ വിളവനാലിനെ വിളിച്ചു പറഞ്ഞു, പ്രസിഡൻ്റാണ് ഞങ്ങളുടെ. പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനുള്ള സൗകര്യം ഇവിടെ പഞ്ചായത്തിൽ അറിയത്തില്ല, പക്ഷേങ്കിൽ എന്നെ നമ്പർ തന്നു, കൊല്ലത്തുള്ള ഒരു അജാസിൻ്റെ. അപ്പോൾ ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു വീഡിയോ അയച്ചതായിട്ടാണ് ഞാൻ നോക്കട്ടെന്ന്. അപ്പോൾ ആ വീഡിയോ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടപ്പം ഏത് സ്വഭാവമാണ്, ചെറുവിളി വരുവാണെങ്കിലും വരാം. നമ്മളിപ്പോൾ അജാസിനെ വിളിച്ചപ്പോൾ അജാസ് പറഞ്ഞത് പേവിഷബാധ തന്നെ ആയിരിക്കാം എന്ന് തന്നെയാണ് സാധ്യത. കാര്യം അത് ആ രീതിയിലാണ് പെരുമാറുന്നത്. പേടിയിലാണ്. പേടിയെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. 3 ദിവസം മുമ്പായിരുന്നു ഇവിടെ ചെറുമക്കളെല്ലാം ഉണ്ടായിരുന്നു. അതാണ് ആഷ്മി പറയുന്നത്. 3 ദിവസം മുമ്പാണെങ്കിൽ ഇവിടെ ചെറുമക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വീട്ടിന് പുറത്തിറങ്ങുന്നതാണ്. പക്ഷേ ഇത് മണിക്കൂറുകൾ, ഏതാണ്ട് 4-4.5 മണിക്കൂറായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും അതിന് മറ്റു നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. അധികൃതർ എത്രയും പെട്ടെന്ന്, ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഏതെങ്കിലും തരത്തിൽ ഇത് ആക്രമിക്കുമോ എന്നൊക്കെ ഒരു സാഹചര്യം, ഒരു ഭയം ആളുകൾക്കുണ്ട്. വലിയ പേടിയുണ്ട്. അവിടെ ഒരു പേവിഷബാധ ലക്ഷണങ്ങളോടെ ഒരു നായ കിടക്കാണ് വീട്ടുവളപ്പിൽ. അതിനെ പഞ്ചായത്ത് അധികൃതർക്ക് വിവരം അറിയിച്ചിട്ടും അവർ ആരും വരുന്നില്ല എന്നുള്ളതാണ് വീട്ടുകാരുടെ പരാതി. സ്വാഭാവികമായും അതവിടെ കിടക്കുമ്പോൾ വലിയ പേടി വീട്ടുകാർക്കുണ്ട്. അത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്.